ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വരട്ടിയെടുക്കുന്നത് എങ്ങനെ നോക്കാം. ഇത് റെഡിയാക്കണത് ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ചേർത്തിട്ട് ഫസ്റ്റ് ഒരു മസാല പോലെ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തിട്ട് ചേർക്കും. ഈ കറി ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സാൻഡ്വിച്ച് പോലെ കഴിക്കാനായിരുന്നാലും നല്ല ടേസ്റ്റ് ആണത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് തൊണ്ട് കളഞ്ഞിട്ട് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഇതേപോലത്തെ ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ ഒരു 8 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചില വെളുത്തുള്ളി ചെറുതാണ്. ഇതേപോലത്തെ വലിയ വെളുത്തുള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5 വെളുത്തുള്ളി മതിയാവും. പിന്നെ ഇതേപോലത്തെ ഒരു മീഡിയം കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ടൊന്ന് ചതച്ചിട്ട് എടുക്കണം. പിന്നെ ഒരു വലിയൊരു സവോള എടുത്തിട്ടുണ്ട്. ഈ സവോള നല്ല കനം കുറച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ മുളകിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പച്ചമുളക് ഇതേപോലെ ചെറിയ ഒരു 4 പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളക് ഒന്ന് കീറിയിട്ടിടുക. ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും ചേർക്കും, മല്ലിപ്പൊടിയും ചേർക്കും, മുളകിൻ്റെ പൊടിയും ചേർക്കും. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കടുകും വേണം. ഈ കറിയിലേക്ക് നമ്മൾ തേങ്ങ വറുത്തിട്ട് ചേർക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു ചെറിയ കഷ്ണം സവോള എടുത്തിട്ടുണ്ട്. സവോളയ്ക്ക് പകരം ചുവന്നുള്ളിയാണെന്നുണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർക്കാം. ചുവന്നുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 2 വലിയ ചുവന്നുള്ളി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ചുവന്നുള്ളി കിട്ടാത്തതുകൊണ്ട് സവോളയാണ് എടുത്തേക്കുന്നത്. സവോള നല്ല പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ തേങ്ങ വറുക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കണം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും ചേർക്കണം. ഈ പെരിഞ്ചീരകം ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോണതിന് മുമ്പ് ഇത് പതുക്കെ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കാം. മിക്സിയിലിട്ടിട്ട് പൊടിക്കണ്ട. നമ്മൾ ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ലുണ്ടല്ലോ, ആ കല്ലുമ്മ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയ പോലെ ഒന്ന് കല്ലുമ്മ വെച്ചിട്ട് നമ്മളൊന്ന് അമർത്തിയിട്ട് എടുക്കില്ലേ, അതേപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് തേങ്ങ വറുത്തിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കറി നമുക്ക് നല്ല ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഉരുളക്കിഴങ്ങ് തൊണ്ട് കളഞ്ഞിട്ട് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഉരുളക്കിഴങ്ങ് നമ്മൾ തൊണ്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം. നമുക്കറിയാലോ, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ കളർ മാറിപ്പോലോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ പീലർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് നമുക്ക് കത്തി വെച്ചിട്ട് തൊണ്ട് കളയുന്നതിനേക്കാളും നല്ലത് ഈ പീലറും കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഈസിയാണ്. ഇതേപോലെ നമുക്ക് കടകളിലൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പീലർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ പീലർ ഉപയോഗിക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കടയിൽ പോകുമ്പോൾ ഒരെണ്ണം വാങ്ങിച്ചോ. അതേപോലെ തന്നെ മാങ്ങ തൊണ്ട് കളയാൻ, പിന്നെ ക്യാരറ്റിൻ്റെ തൊണ്ടൊക്കെ കളയാൻ വേണ്ടിയിട്ട് നല്ല ഈസിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ടിങ് ബോർഡുമ്പോൾ വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പം ഞാനിതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യും. അപ്പം ഞാനിവിടെ ഇങ്ങനെ 4ആയിട്ട് ഇങ്ങനെ പൊളിച്ചു. അത് കഴിഞ്ഞിട്ട് നടുക്കി കൂടെ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തു. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നീക്കി വയ്ക്കാം. എന്നിട്ട് നമ്മൾ കറിയിലേക്ക് ചേർക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് കറിയിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കറിയാക്കാനുള്ളതെല്ലാനും റെഡി ആയിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർക്കാം. അത് നല്ല നൈസായിട്ട് പൊടിക്കണ്ട. ഇതേപോലെ നമ്മൾ ഉള്ളി ചതക്കുന്ന കല്ലുണ്ടല്ലോ, ഇത് വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിലേക്കുള്ള തേങ്ങ വറുത്തിട്ട് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് കറിയാക്കാം. എന്നിട്ട് ആ കറി ഒരു 1/4 ഭാഗം റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ ചേർക്കുക. അപ്പോൾ ഫസ്റ്റ് തേങ്ങ വറുത്തിട്ട് നീക്കി വയ്ക്കുക. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങയും കറിവേപ്പിലയും പിന്നെ സവോള ഞാനിവിടെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ചേർക്കുക. നമ്മളിവിടെ പെരിഞ്ചീരകം നേരത്തെ തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ചേർക്കുക. ഈ തേങ്ങ നന്നായിട്ട് വറുത്തിട്ട് എടുക്കണമല്ലോ. നന്നായിട്ട് മുരിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കണം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഈ തേങ്ങ മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആവണം.
തേങ്ങ വറുത്തിട്ട് എടുക്കുമ്പോൾ തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇതിലേക്ക് പുക കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കയ്പ്പ് രസം വരും. ഇപ്പോൾ തേങ്ങ മൊരിഞ്ഞ് ഒരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ആ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ കൊണ്ട് കിടന്ന് മൊരിഞ്ഞിട്ട് വരുമ്പോഴേക്കും തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടാവും. ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചെന്ന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി നമ്മളിത് കറി ആക്കുമ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും മുളകിൻ്റെ പൊടിയൊക്കെ ചേർക്കും. അപ്പോൾ ഇതിലേക്ക് ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ തേങ്ങ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അത് മുരിഞ്ഞിട്ട് നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഈ തേങ്ങ നമുക്ക് ഈ പാനിൽ നിർത്തി മാറ്റാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഇനി ഞാനിവിടെ ഈ സെയിം പാനിൽ തന്നെയാണ് ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിനകത്ത് നമ്മൾ തേങ്ങ മുഴുവനായിട്ട് എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ എന്താ ഈ തേങ്ങ കുറച്ചങ്ങനെ അതിനകത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ അത് കിടന്നിട്ടാണ് കരിയും. ഈ വറുത്തെടുത്തേക്കണ തേങ്ങ നീക്കി വയ്ക്കാം. ഈ സെയിം പാനിൽ തന്നെ നമുക്ക് കറിയാക്കാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഇവിടെ നല്ല ചൂടായി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നന്നായിട്ട് വെള്ളമായിട്ടുണ്ട്. ഈ ചൂടായ ഓയിലിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇപ്പോൾ സവോളയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ആയിരുന്നാലും അതിൻ്റെ പച്ച ടേസ്റ്റും മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ നിറച്ചെടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മതിയാവും. ഇതേപോലെ ഇങ്ങനെ നിറച്ചിട്ട് എടുക്കുക. മല്ലിപ്പൊടിയൊക്കെ നിങ്ങൾ കറിയിലേക്ക് ചേർക്കുമ്പോൾ ഈ നമ്മൾ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങില്ലേ, അത് വാങ്ങാണ്ട് ഫ്രഷ് ആയിട്ടുള്ള മുഴുവനായിട്ടുള്ള മല്ലി വാങ്ങിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയാൽ മതി. അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള മല്ലി പൊടിച്ചിട്ട് ചേർക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും കറിക്ക്. അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ചിലപ്പോൾ മിക്സിയിലിട്ടിട്ട് അങ്ങോട്ട് പൊടിച്ചിട്ട് എടുക്കുമ്പോൾ നല്ല നൈസ് പൗഡറായിട്ട് പൊടിഞ്ഞു വരില്ല. പക്ഷേ അത് കുഴപ്പമില്ല നമ്മൾ കറിയിലേക്ക് ചേർക്കുമ്പോൾ. അപ്പോൾ മല്ലിപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ഞാൻ ഇതിലേക്ക് ഇതേപോലെ ഒരു 3/4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഈ മുളകിൻ്റെ പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. മുളകിൻ്റെ പൊടി പെട്ടെന്ന് അങ്ങോട്ട് മുരിയും. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് ചേർക്കുക. അപ്പോൾ എല്ലാ മസാലപ്പൊടികളും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. തീ കൂട്ടി വയ്ക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ, ഉരുളക്കിഴങ്ങും ചേർക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. ഉരുളക്കിഴങ്ങൊന്ന് വെന്ത് കിട്ടണമല്ലോ. ഒരുപാട് വെള്ളം ചേർക്കണ്ട. 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുക. ഈ ഒരുപാട് കൂട്ടി വയ്ക്കണ്ട. കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ചേർക്കണ വെള്ളമൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി പോവുകയും ചെയ്യും. ഉരുളക്കിഴങ്ങ് നമുക്ക് ശരിക്കും വെന്ത് കിട്ടുകയും ചെയ്യില്ല. ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ചേർത്തേക്കണ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കും. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് മാത്രം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി. ഈ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ കറിയില്ല ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഇത് വേണമെന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇതിന് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ വരും. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങ ചേർക്കാം. ഇപ്പോൾ തേങ്ങ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒതുക്കി വയ്ക്കാം. വേണ്ട ഒരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് മൂടി വയ്ക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ കറക്റ്റ് 5 മിനിറ്റ് തന്നെ വെക്കണമെന്നില്ല. കുറച്ച് സമയം കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല. തീ ഒരുപാട് കൂട്ടി വെക്കരുത്. അപ്പോൾ തേങ്ങയൊക്കെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ കറിയിലേക്ക് ഇങ്ങനെ റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ തീ ഓഫ് ചെയ്യാം.
ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. നിങ്ങൾക്ക് എടുക്കുമ്പോൾ നന്നായിട്ട് ഉടച്ചിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ട് പൊട്ടറ്റോ ഇങ്ങനെ പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ എടുക്കുക. നമ്മുടെ പൊട്ടറ്റോ വരട്ടിയെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഈ കറി ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായിരുന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും.